ഹരിയോടൊപ്പം എന്ന സോഷ്യൽ മീഡിയ സീരീസിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോകുമ്പോൾ പല ജ്യോതിഷികളും അന്നന്നത്തെ നക്ഷത്രങ്ങളുടെ ഫലപ്രവചനം നടത്തുന്നതും ഇന്ന് ഈ പൂജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞുള്ള വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്ത് കാണാറുണ്ട്. അതിനൊക്കെ നല്ല ഫോളോവേഴ്സും വ്യൂസും ഒക്കെയാണ്. ശരിക്കും ഈ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടോ? ജ്യോതിഷം എന്നും എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ്, ഒരു വലിയ വിശ്വാസവുമാണ്. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, ഒരു ലോട്ടറി വാങ്ങി വയ്ക്കുന്ന ഒരാൾക്ക് ലോട്ടറി വാങ്ങി 10 രൂപ കൊടുത്ത് ലോട്ടറി വാങ്ങിയാൽ അയാളുടെ പ്രതീക്ഷ 25 ലക്ഷം രൂപ എനിക്കടിക്കും, ഇന്നെനിക്ക് ഭാഗ്യമുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നതാണ് പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ഒരു വലിയ സമൂഹത്തിൻ്റെ രീതി എന്ന് പറയേണ്ടി വരും. അപ്പോൾ എല്ലാവരും വളരെയധികം പ്രതീക്ഷ ഉള്ളവരാണ്. ഇവരെ സംബന്ധിച്ചോളം ഈ പ്രതീക്ഷയെന്ന് ഉറപ്പിക്കാൻ രാവിലെ ലോട്ടറി വാങ്ങി വയ്ക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ എൻ്റെ ഫലം എന്താണെന്ന് അറിയാൻ, ഇന്ന് എനിക്ക് ധനാഗമനത്തിനുള്ള സാധ്യതകളുണ്ടോ എന്നറിയാൻ യൂട്യൂബിൽ കയറി ജ്യോതിഷികളുടെ പറയുന്നത് പലതും കേൾക്കാൻ ശ്രമിക്കുന്നത് വളരെ കോമണായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പറയുന്നത് ലോട്ടറിയുടെ കാര്യം മാത്രമല്ല, എന്ത് ചെയ്താലും അതായത് വീഴുന്നുണ്ട്. എനിക്ക് വലിയ പ്രതീക്ഷയാണ്. 10 രൂപയുടെ ലോട്ടറി എടുക്കുമ്പോൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന 25 ലക്ഷം എനിക്ക് തന്നെയായിരിക്കും ലഭിക്കുക എന്ന് ഉറപ്പിച്ചോടാണ് ആ 10 രൂപയുടെ ലോട്ടറി എടുക്കുക. അത് കിട്ടിയില്ലെന്ന് പറയുമ്പോൾ വീണ്ടും ഒരു നിരാശ, എന്നാലും പ്രതീക്ഷയാണ് നാളെ എനിക്ക് ഇതടിക്കും. അപ്പോൾ എല്ലാവരും അന്നത്തെ ദിവസത്തേക്കുള്ളൊരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യം ഈയിടെ വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. അത് ഭയങ്കര രസകരമായിട്ടാണ് ശ്രദ്ധിക്കുമ്പോഴേ. ഇന്ന ജ്യോതിഷികൾക്ക് നാളെ തൊട്ട് ഇത് മാറുന്നു, സമയം മാറുന്നു, നാളെ തൊട്ട് അവരുടെ ജീവിതം മാറി മറിയാൻ പോകുന്നു. ആൾക്കാർ കുത്തിയിരുന്ന് അത് കാണുകയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ യൂട്യൂബിൽ ഉള്ള വീഡിയോകളിലാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം, ഒരു 25-30 വർഷം മുമ്പ് എല്ലാ ആഴ്ചപ്പതിപ്പുകളിലും ഒരു പ്രധാനപ്പെട്ട കോളം ഉണ്ടായിരുന്നു, വാരഫലം എന്നുള്ളത്. ഈ വാരഫലത്തിൽ ഓരോ നാളുകൾക്ക് അല്ലെങ്കിൽ 3 നാളുകളെ കൂട്ടി വരുന്ന ആദ്യത്തെ നാളിൻ്റെ ഫലം ആദ്യം പറയുന്നു. ഈ ആഴ്ച വിദ്യാഭ്യാസ പരാജയം ഉണ്ടാവും, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇതേ സാധനം തന്നെ ഒരു 6 ഇത് കഴിഞ്ഞാൽ സെയിം സാധനം ചിലപ്പോൾ കോപ്പി ആയിരിക്കും വരുന്നുണ്ടാവുക. അടുത്ത ദിവസത്തെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3ാമത്തെ സംഭവം 1ാമത്തേൽ വന്നിട്ടുണ്ടാവും. ജനങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ ഒരാശ്വാസം, കുഴപ്പമില്ല. കാരണം എല്ലാവരും ഇതിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് നിലനിൽക്കുക. പക്ഷേ ഇത് തീർച്ചയായിട്ടും സൈക്കോളജിക്കലി പലരും സഹായിക്കുന്നുണ്ടെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇത് ശാസ്ത്രത്തെ ഉപദ്രവിക്കുന്ന, ശാസ്ത്രത്തെ വ്യഭിചരിക്കുന്ന എന്ന് പറയേണ്ടി വരും. അത്രയും മോശമായി ചെയ്യുന്ന എത്ര പേരുണ്ട്. ധനാഗമനത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ സൈക്കോളജിക്കൽ നീഡിന് വേണ്ടി ഇതിനെ കൊല്ലുന്നവർ എത്ര ഭീകരമാണ് എന്ന് നമുക്ക് ചിന്തിക്കാതെ വയ്യ. ഇന്നിപ്പോൾ പലപ്പോഴും യൂട്യൂബിലൊക്കെ പലതരത്തിലുള്ള ഫലപ്രവചനങ്ങളൊക്കെ നടത്തുന്ന കാണുമ്പോൾ അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ സാമാന്യബോധമുള്ളവർക്കാണെങ്കിൽ പലപ്പോഴും നമുക്ക് ചിരി തോന്നുകയാണ് നമുക്ക് വേണ്ടി വരിക. അത് യാഥാർത്ഥ്യമാണോ? കാരണം ഈ സമൂഹത്തിലെ 2-3 നക്ഷത്രങ്ങളെ എടുത്തില്ലെങ്കിൽ ഒരു നക്ഷത്രങ്ങളെ എടുത്തിട്ട് ഫലം പറയുകയാണ്, ഇന്ന് ഇവർക്ക് ഇതായിരിക്കും. ജ്യോത്സ്യത്തിൽ ഒരു കാരണവശാലും, ജ്യോതിശാസ്ത്രത്തിൽ ഒരു കാരണവശാലും ഒരു പർട്ടിക്കുലർ ഡേയുടെ ഫലം പറയുക പ്രായോഗികമല്ല. ഒരു പർട്ടിക്കുലർ ഡേയുടെ ഫലം പറയുക. കാരണം എന്താണ്, എങ്ങനെയാണ് ജ്യോതിശാസ്ത്രം ഉണ്ടായത്? അതായത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം, അത് തമ്മിലുള്ള ദൂരവ്യത്യാസം ഇത്തരത്തിൽ കണക്കാക്കി അത് ഓരോ നക്ഷത്രത്തിലുള്ള വ്യക്തികളിലേക്ക് വരുമ്പോൾ അതുണ്ടാക്കുന്ന സ്വാധീനം, അത് സാധ്യത. കാരണം സ്റ്റാറ്റിസ്റ്റിക്കലി ഇങ്ങനെയുള്ളവർക്ക് ഓരോ പ്രാവശ്യവും വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ ഇങ്ങനെ നോക്കി ഒരു ക്ലസ്റ്റർ, അതായത് നിശ്ചിത കാലഘട്ടത്തെ മാത്രം വെച്ചിട്ടാണ് ഇവരുടെ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. ഓരോ ദിവസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജ്യോതിശാസ്ത്രത്തിൽ ഒരു തരത്തിലുള്ള പഠനങ്ങളും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമായിട്ട് പറയാൻ പാകത്തിനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഇങ്ങനെയുള്ള ഫലമായിരിക്കും വരിക എന്ന് പറയാൻ, അല്ലെങ്കിൽ 1-ാം തീയതി തിങ്കളാഴ്ച ഇന്ന് ധനലാഭം ഉണ്ടാവും, നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വേറുന്നുണ്ട്, ഒരു അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട ഒരു ഫലം പറയുന്നു. അശ്വതി നക്ഷത്രത്തിൽപ്പെട്ട കോടിക്കണക്കിനുള്ള ജനത്തിൽ ഒരു 10 പേരെ പിരിച്ചുവിടാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ടാവും. ഒരു 10 പേർക്ക് ജോലി കിട്ടാനും ചിലപ്പോൾ സാധ്യതയുണ്ടാവും. അങ്ങനെ കിട്ടിയാൽ അത് ഇതുകൊണ്ടാണ് എന്ന് വിചാരിക്കുക. കാരണം വലിയൊരു സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന കുറേ പ്രവചനങ്ങൾ ആവശ്യമുള്ളവരെടുക്കും. എനിക്ക് ഫലിച്ചില്ലെങ്കിൽ അത് എനിക്കല്ല, മറ്റുള്ളവർക്ക് ഫലിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുക.
ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്താണ് കാരണം? കാരണം മനുഷ്യന് സ്വയം വിശ്വാസമില്ല. മനുഷ്യന് അവനവൻ്റെ കഴിവിൽ വിശ്വാസമില്ല. അവനവന് ജ്യോത്സ്യത്തിലും വിശ്വാസമില്ല. ഇവിടെ പ്രവചനങ്ങൾ നമുക്കറിയാം. സോഷ്യൽ മീഡിയ വഴി വരുന്ന പല ചികിത്സകൾ, വൈദ്യന്മാരല്ലാത്ത ഡയബറ്റിക്സിന് ഇന്ന ചെടി പാലിൽ കലക്കി കുടിക്കുക എന്ന് പറഞ്ഞ് അത് വളരെ നല്ലതായിരിക്കും, പ്രമേഹം 3 ദിവസം കൊണ്ട് മാറാൻ ഒറ്റമൂലി എന്ന് ഒരു ഹെഡിങ് ഇട്ട് കൊടുത്താൽ അത് വാങ്ങിക്കഴിക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ ഒരു ഡോക്ടറെ പോയി കണ്ട് ആ ഡോക്ടർ മരുന്ന് പറഞ്ഞാൽ 3 ഡോക്ടർമാരെ വീണ്ടും പോയി കണ്ട് അത് ഉറപ്പിക്കാതെ കഴിക്കാത്ത ആളുകളുമാണ് അവർ പലരും. എന്താണെന്ന് വെച്ചാൽ ചുറ്റും നിൽക്കുന്നു പറയുന്നൊന്നും വിശ്വാസമില്ല. സമൂഹ മാധ്യമത്തിലോ ബാക്കി എന്തെങ്കിലോ ഒരു മാസമായിട്ടുള്ള തരത്തിൽ ഒരു പ്രവചനം നടത്തിയാൽ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയാൽ അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. നമുക്കൊക്കെ എവിടെയാണ് നഷ്ടപ്പെട്ടത്? നമ്മുടെ കോമൺ സെൻസ് എവിടെയാണ് നഷ്ടപ്പെട്ടത്? നമുക്ക് സ്വയം കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള പ്രാപ്തി നമുക്ക് ഇല്ലാതെയായും. ഈശ്വരൻ നമുക്ക് തന്നിട്ട് യഥാർത്ഥ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം പറയുക, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുക, ഇത്തരം പ്രവചനങ്ങൾ നടത്തുക എന്നുള്ളതെല്ലാം അവരുടെ കർമ്മമാണ്. അവർ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് എടുക്കേണ്ടതാണോ എടുക്കേണ്ടതല്ലയോ, എനിക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഓരോരുത്തരുമാണ്. ഇപ്പം നമ്മൾ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് കണ്ണ് തുറന്ന് ജീവിക്കുക. ചുറ്റും പറയുന്നത് എല്ലാം എന്നോട് പറയുന്നത് മാത്രം ഞാൻ കേൾക്കുക. എന്നോട് പറയുന്നതിൽ എനിക്ക് അഭിപ്രായമുണ്ടോ, അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്നറിയുക. ഇത്തരത്തിൽ ധാരാളം പ്രവചനങ്ങൾ, നിങ്ങളുടെ ഇന്നത്തെ ദിവസം ഇങ്ങനെയാവും, നിങ്ങളുടെ ദിവസം ഇത്ര മോശമാവുമെന്ന് പറയണതൊന്നും നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ തന്നെ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ പ്ലാൻ ചെയ്തതിൽ നടന്നില്ല എങ്കിൽ നാളെ അത് കൂടുതൽ വ്യക്തമായിട്ട് നടത്താനുള്ള മാർഗം നിങ്ങൾ കണ്ടുപിടിക്കുക. ഇവിടെ പ്രവചനങ്ങളിലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളിലൊന്നും അല്ല നമ്മൾ വീഴേണ്ടത്. നമ്മൾ നമ്മുടെ കഴിവിലും നമ്മുടെ ചിന്തയിലും ഈശ്വരൻ നമുക്ക് തന്ന അനുഗ്രഹത്തിലുമാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതിൽ വിശ്വസിച്ച് മാത്രം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.